ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. ഇനിയിപ്പോൾ ഓണമൊക്കെ അടുത്തില്ലേ, നമുക്ക് സദ്യയുടെ കൂടെ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞങ്ങളിവിടെ 3 മാസം മുന്നേ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ അച്ചാറിനായി യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഭരണിയിൽ നിന്ന് വെള്ളം മാറ്റി വെച്ച് ഉപ്പുമാങ്ങ മാറ്റി വയ്ക്കാം. ഈ ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ഞങ്ങളിവിടെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയുടെ പരിവം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് അതിലേക്ക് 3 സ്പൂൺ ഉലുവ ചൂടാക്കി എടുക്കാം. ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് 50 ഗ്രാം കടുക് എടുത്ത് ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കാം. ചെറിയ രീതിയിൽ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചൂടാക്കി വെച്ച കടുകും ഉലുവയും മിക്സിയിലിട്ട് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി എല്ലാം ചേർത്ത് എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് നല്ലെണ്ണയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടുകും ഉലുവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മെയിൻ താരമായ ഉപ്പിലിട്ട കണ്ണിമാങ്ങ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം നന്നായി ഇളക്കി മാങ്ങയിലോട്ട് ചേർന്ന ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഉപ്പ് വെള്ളം ചേർക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ട കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. നമ്മൾ ഈ അച്ചാർ വീണ്ടും ഒരു ഭരണിയിലിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.